പുള്ളിയുടെ ആക്ടിങ്, പുള്ളിയുടെ കണ്ണ് വരെ ഇപ്പം കുറേ നാളിന് ശേഷം നമ്മൾ കണ്ട. കാരണം മോഹൻലാൽ അഭിനയിച്ചില്ല എന്ന് പറയുന്നവരൊക്കെ റോങ് ആണ്. നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ വരാൻ പോണം. വേറും തല്ലിപ്പൊളിപ്പടം, വേറും തല്ലിപ്പൊളിപ്പടം ഇഷ്ടപ്പെട്ടില്ല. ഡയലോഗും ഡെലിവറിയും എല്ലാം പക്ക. മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ചെയ്യുന്നത് മാത്രം പക്ക എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ എന്നാലും മോഹൻലാലിൻ്റെ കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. ഇത് ഈ പടം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തവണ ഞാൻ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. അപ്പം ഇതൊരു മോഹൻലാൽ പക്ക പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. മലയാളത്തിൽ മോഹൻലാൽ മാത്രമല്ല, തമിഴ് നോവൽ വായിക്കുന്നില്ല. മോഹൻലാലിൻ്റെ ആ ഒരു സ്ക്രീൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അമാനുഷികത എന്നല്ല, പുള്ളിയുടെ ആക്ടിങ്, പുള്ളിയുടെ കണ്ണ് വരെ ഇപ്പം കുറേ നാളിന് ശേഷം നമ്മൾ കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കണ്ണ് അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒക്കെ ആയിട്ട് പിന്നെ ഡയറക്ഷനിൽ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് സംഭവം. അതാണ് കറക്റ്റ് ഇതിനുള്ള സംഭവം. LJPയുടെ ഇത് മാത്രമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് പ്രതീക്ഷിക്കും, ഹൈ പ്രതീക്ഷിക്കും. കാര്യം മോഹൻലാലിൻ്റെ മേക്കിംഗ് എല്ലാം കാണുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് പ്രതീക്ഷിക്കും. ആ സാധനം അത് കിട്ടിയില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പടം പൊളി, മോഹൻലാൽ പൊളി, BGM പൊളി, ഡയറക്ഷനകത്ത് ചെറിയ ഒരു ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പൊളി, ഡയലോഗും ഡെലിവറിയും എല്ലാം പക്ക. സെക്കൻഡ് പാർട്ട് വേണം. രണ്ടാമത് കാണാമെന്നേക്കും. അതാണ് ഞാൻ കറക്റ്റ് പറഞ്ഞാലും മമ്മൂട്ടി ഫാൻ. മോഹൻലാൽ കാര്യം മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ചെയ്യുന്നത് മാത്രം പക്ക എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ എന്നാലും മമ്മൂട്ടി മോഹൻലാൽ നമുക്ക് കാര്യം പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, എന്നാലും നമുക്കൊരു ഫുൾ ഡേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. മോഹൻലാൽ ആയതുകൊണ്ടാണ്. മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് തോന്നുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് ഇത്ര ഹൈപ്പ് വന്നത്. ഇത്ര ഫസ്റ്റ് ഡേ എല്ലാവരും പ്രതീക്ഷിച്ച് അത്ര ലെവൽ വന്നില്ല. കാര്യം മോഹൻലാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഹൻലാൽ 100% ചെയ്യണം. മമ്മൂട്ടി 70-75% ചെയ്താലും മമ്മൂട്ടി ഓക്കെയാണ്. മോഹൻലാൽ പക്ഷേ 100% ചെയ്യണം. ഒരു റേഞ്ച് ഇല്ല, ഒരു റേഞ്ച് ഒക്കെ. മോഹൻലാൽ, ലാലേട്ടൻ, മുത്ത്. കൊള്ളാം, നല്ലോണം. നമുക്ക് മമ്മൂട്ടിയും വേണം, മോഹൻലാലും വേണം. നെഗറ്റീവിന്റെ അല്ല, നമ്മൾ കണ്ട് റിവ്യൂ നെഗറ്റീവായിരുന്നു. ഓക്കെ, കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. പടം നല്ല പടം, കുഴപ്പമൊന്നുമില്ല. അതെ, വിഷ്വലും എല്ലാം മോഹൻലാൽ അഭിനയിച്ചില്ല എന്ന് പറയുന്നവരൊക്കെ റോങ് ആണ്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് മോഹൻലാലിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും. ഓക്കെ, വെയിറ്റിംഗ് ആണ്, പക്ക വെയിറ്റിംഗ്. പൊളിയാണ്, ഒന്നും പറയാനില്ല. LJP പടം തന്നെ, ഒന്നും പറയാനില്ല. ഓക്കെ, ഓക്കെ. ഇത് തന്നെ ക്ലൈമാക്സ് ഇത് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. ഓക്കെയാണ്. ഒരു ഹൈ കിട്ടിയോ, ഒരു മനസ്സിൽ തൃപ്തി കിട്ടിയോ? അത് ഇപ്പോൾ പ്രേക്ഷകർ ഓക്കെ സംഭവമൊക്കെയാണ്. അത്യാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. സെക്കൻഡ് പാർട്ട് എന്തായാലും OTT വരുമ്പോൾ കുറച്ച് പേരും കൂടെ കാണാൻ തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റി കിട്ടുമായിരിക്കും. ഉറപ്പാണ്, തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. ഒറ്റയ്ക്ക് ഒരു തിയേറ്റർ സിനിമ കാണുന്നത് ഞാൻ മാത്രം. ഇഷ്ടപ്പെട്ടു. ഒരു വേറും ലാഗാണ്, മൊത്തത്തിൽ ലാഗാണ്. ഗ്രാഫിക്സ് മാത്രം. വെറും ക്ലൈമാക്സ് സസ്പെൻസ് വെച്ചേക്കുക. ഇല്ല, നല്ല പടം. കൊള്ളാം, വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തത്. അതെ, നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ വരാൻ പോണം. വീണ്ടും വേറൊരു മോഹൻലാൽ.